എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്കെന്നെ മറ്റവളെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെയ്യല്ലേ പാപ്പോട്ടെ. കാണുന്നതല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. രേണുസുതിയുടെ പുതിയൊരു വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുതി വന്നിരുന്ന് മറ്റവളെ മറച്ചവളെ എന്നൊക്കെ വന്നിരുന്ന് പബ്ലിക്കായിട്ട് വന്ന് ചീത്ത വിളിക്കുന്ന വേറെ ആരെയൊന്നുമല്ല, ഷഫീന ബീവിയ. കുറേ നാളായിട്ട് ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കാം. എന്തായാലും ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം, അതിനുശേഷം സംസാരിക്കാം. എടി മറ്റവളെ ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്കെന്നെ മറ്റവളെന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി. നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കൊറേ നേരമായല്ലോ നീ എനിക്കിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ. നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവർ സംസാര രീതി നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഞാൻ ആരുടെ ഭാഗം ന്യായീകരിക്കുന്നില്ല, ഷഫീന ബീവിയുടെ ഭാഗം ന്യായീകരിക്കുന്നില്ല, ഇവരുടെ ഒരു മനുഷ്യരുടെ ഭാഗം ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഈ കാണിക്കുന്നത് വെറും ചെറ്റത്തരമല്ലേ പബ്ലിക്കിന് മുന്നിൽ. ഇവർക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രേണുസുതിക്ക്. ഇവർ ആ വിലയെല്ലാം കൊണ്ടുവന്ന് കളയുന്നതിൻ്റെ പരിപാടിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരിയുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഷഫീന ബീവിയെ പറ്റിയിട്ടൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഇവർക്ക് വസ്തു കൊടുത്ത അച്ഛനുണ്ടല്ലോ, അച്ഛനെയും കളിയാക്കിക്കൊണ്ടൊക്കെ ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഈ പറയുന്ന ഷഫീന ബീവി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതും പിന്നെ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ സംസാരിച്ചത്. ഇവരത് കണ്ടിട്ടാണ് പൊട്ടിത്തെറിച്ചിട്ട് വന്ന് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. ഇപ്പോൾ രേണുസുതിയെ അങ്ങ് എല്ലാവരും തലയെ ചുമന്നുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ ബോധമില്ല. ഇവർക്ക് അത്യാവശ്യം ഫെയിമും കാര്യങ്ങളും കാശും എല്ലാം കിട്ടിയതാണ്. ഇവർ തന്നെ അതെല്ലാം കൊണ്ടുവന്ന് കളയുവാണ്. കംപ്ലീറ്റ്ലി ഇവരുടെ വില കൊണ്ടുവന്ന് കളയുവാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പറ്റി പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നിങ്ങൾ അതിനൊന്നും വന്ന് റിയാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതിനൊക്കെ മാത്രം വന്നിരുന്ന് മറ്റവളെ മറച്ചവളെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. ഇതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ബേസിൽ തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹനാൻ നിങ്ങളെപ്പറ്റി പറഞ്ഞൊരു സംഭവം അറിയാമല്ലോ. ആ സമയത്ത് പോലും നിങ്ങളൊരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് പോലും നിങ്ങൾ വന്നിരുന്ന് ഇതുപോലെ റിയാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ അന്ന് ഇതുപോലെ വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തേനെ. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ആ വിഷയം എടുത്തിട്ടില്ല, ഞാൻ കേൾപ്പിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്തിനാന്ന് വെച്ചിട്ട് നമ്മളത് വിട്ട്. ബിഷപ്പ് നോബൽ ഫിലിപ്പിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യം ഞാൻ ഇവിടെ കേൾപ്പിക്കാം. എനിക്ക് പിന്നെ എന്താ പറയുക, അയ്യോ ബിഷപ്പ് കൊണ്ട് പരാതി വരെ കൊടുത്തു. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിറ്റെന്താന്നറിയാവോ? രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആരുടെയെന്നറിയാവോ? ഞാൻ അന്നേരം കയറി ചോദിച്ചു, അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ? ഈ രേണുവിന്റെ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ താഴെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചേച്ചിയുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടതിനും അച്ഛൻ അതിനെ സപ്പോർട്ട് നല്ലത് വരട്ടെ, മുന്നോട്ട് നീങ്ങിക്കൊള്ളാനാണ് അവളടുത്ത് പറയുന്നത്. ഞാൻ ഇന്ന് നാളെ വീട്ടിൽ ചെയ്യല്ലേ പാപ്പോട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്ന ഒരു പുരോഹിതനെ അപമാനിക്കുകയാണ് ഇവർ. അച്ഛൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുവാണ്, അച്ഛാ ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു മനുഷ്യർക്ക് നിങ്ങളൊരു നന്മ ചെയ്ത് കൊടുക്കരുത്. ഇവരുടെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഇവർക്ക് വസ്തു കൊടുക്കാൻ തീരുമാനിച്ചത്. വസ്തു കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്? മേ ബി നിങ്ങളുടെ ഒരു വിഷമവും നിങ്ങളുടെ ഒരു സങ്കടവും കൊണ്ടൊക്കെ ആയിരിക്കാം പല വീഡിയോസിനെ താഴെ പോയിട്ട് കമൻറ്റ് ഇടുന്നത്. അത് എനിക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ എവിടെ കമൻറ്റ് ഇടുന്നത് ഇടാതിരിക്കുക. പക്ഷേ നിങ്ങളെ അത്രത്തോളം മാനസികമായിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? അതിൻ്റെ പേരിലാണ് നിങ്ങൾ പോയി കമൻറ്റ് ഇടുന്ന എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതോടെ കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ ഒരു മനുഷ്യരെയും സഹായിക്കാൻ നിൽക്കരുത്. സഹായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അനുഭവം. രേണുസുതി രേണുവിൻ്റെ വില കംപ്ലീറ്റ്ലി കൊണ്ടുവന്ന് കളയുവാണ്. ചുമ്മാതെ അനാവശ്യമായിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരുടെയും കൂടെ എടുത്തിട്ടിട്ട് പച്ചയ്ക്ക് വന്നിരുന്ന് എല്ലാവരെയും അങ്ങ് പുച്ഛിക്കുവാണ്. എന്നിട്ട് ഞാൻ എന്തോ വലിയ സംഭവമായി എന്നുള്ള രീതിയിൽ. കാണുന്നതല്ലേ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം പിന്നാലെയെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. ആർക്കോ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ് അച്ഛ ദാനം കൊടുക്കുന്ന കണ്ടോ ഇവര് കളിയാക്കുന്ന കണ്ടോ?
ഒന്ന് ആലോചിക്കട്ടെ, ആ ഒരു മനുഷ്യൻ ഇവർക്ക് ആ ഒരു സ്ഥലം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവർ കയറി കിടക്കാൻ പോലും ഇവർക്കൊരു വീട് ഉണ്ടാവത്തില്ലായിരുന്നു. ഇത്ര കൂളായിട്ട് ഇവർ വന്നിരുന്ന് കളിയാക്കുന്നത്. ഞാനിവിടെ ഒരു മനുഷ്യരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കും എടുക്കുകയൊന്നുമല്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, ഇതൊക്കെ കാണുന്നില്ലേ നിങ്ങളാരും? ഇതിനൊക്കൊന്നും തലയ്ക്ക് ബോധമില്ലേ ഇങ്ങനെയൊക്കെയുള്ള ടീമുകളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ? ഇവർ വന്ന് കളിയാക്കി കൊട്ടി കോശിക്കുക. നമ്മൾ മനസ്സറിഞ്ഞ ഒരാൾക്ക് ഇത്രയും ലക്ഷം രൂപയുടെയൊക്കെ സാധനങ്ങൾ വെറുതെ കൊടുത്തിട്ട് നമ്മളെയൊക്കെ വന്നിരുന്ന് കളിയാക്കി കഴിഞ്ഞുണ്ടല്ലോ, അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു വിഷമവും വേദനയും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയപ്പോൾ കുറച്ച് പൈസയും കാര്യങ്ങളും കുറച്ച് ഫെയിമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതാണ് ജീവിതം, ഇവരെ വെച്ചേച്ച് ആരുമില്ല, ആ ഒരു മൈൻഡായി. അതുകൊണ്ടല്ലേ ഇവരിപ്പോൾ ഇങ്ങനെ വന്ന് പുച്ഛിക്കുന്നത്. നല്ല പുണ്യ പ്രവൃത്തിയാണ് അത്. ആ ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും. പക്ഷെ കൊടുത്തതോ കൊടുത്ത്. ഇനി ഇത് ഞാൻ കൊടുത്തയാണേ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുവാണെന്ന് ആ ഒരു മനുഷ്യൻ എവിടെയും ചെന്ന് ഞാൻ കൊടുത്തയാണെന്നും പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും ചെന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ടൊന്നുമില്ല. ഈ പറയുന്നത് നിങ്ങളല്ലേ പല അടുത്തും ചെന്നിട്ട് ആ ഒരു വ്യക്തിയുടെ പേര് പലവട്ടവും പറഞ്ഞിട്ടുള്ളായിരുന്നത്. അച്ഛൻ ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചതിന്. എന്തൊക്കെയായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അച്ഛൻ്റെയും രേണുവിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ. അതിനകത്ത് എന്തോരം ഡയലോഗായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യനെ അപമാനിക്കുന്നത് തുല്യമല്ലേ? ഒന്ന് ആലോചിക്കുക. ദൈവത്തെ ഓർത്ത് രേണുവിൻ്റെ ഈ ഒരു പ്രവൃത്തിക്ക് നിങ്ങൾ ഒരു മനുഷ്യരും പോയി സപ്പോർട്ട് ചെയ്യില്ല. ആരെങ്കിലും രേണുവിനെ പേഴ്സണലി അറിയാമെങ്കിൽ വിളിച്ചിട്ട് സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള ഈ അഹങ്കാരം കുറച്ച് കുറയ്ക്കാൻ പറ, അതായിരിക്കും അവർക്ക് നല്ലത്. ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. സത്യമാണ്, നമ്മളൊരു ദാനം ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി, പിന്നെ അതിന്റെ പുറമെ നടന്ന് ഇതാക്കരുത്. അതാണക്ക് ഈ വരുന്ന ഈ യൂട്യൂബിൽ അതെ ദാനം ചെയ്ത ആൾക്കാരെ തെറി വിളിക്കുന്നത് നല്ലൊരു പരിപാടിയാണ്. ദാനം ചെയ്ത ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് നല്ല പരിപാടിയാണ്, അതിന് കുഴപ്പമില്ല. അപ്പം ദാനം ചെയ്യുന്ന ആൾക്കാർ വിളിച്ചു പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇടുന്നവരുടെയൊക്കെ വ്ലോഗിന് താഴെ വന്ന് കമന്റ് ഇട്ട് ആ വില കളയരുത്. പിന്നെ വേറെ ഒരാളുണ്ട്, അവരുടെ മോനെ ആരാണ്ടേ പറഞ്ഞപ്പം പൂക്കല എടുത്തുകൊണ്ട് തുള്ളി മറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ, അതും പ്രായപൂർത്തിയാകാത്ത, അപ്പൊ ഒരു 16 വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് എതിർ വീഡിയോ ഞാൻ ചെയ്തതിന് അതിന് അവർ വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി. അപ്പൊ ഇവരുടെ വ്യക്തിത്വം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഒരു വ്ലോഗ് ഇതിനൊക്കെ ഇടയുണ്ടാക്കുന്ന ആരാ? നിങ്ങളല്ലേ. അനാവശ്യമായിട്ട് കണ്ടിന്യൂസ്ലി വന്നിരുന്ന് രേണുവിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർക്ക് അതിന് വിയോജിപ്പുണ്ടാവും. അന്നേരം ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതാണ്. പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഈ കണക്ക് കുട്ടിയുടെ ഫോട്ടോസൊക്കെ വെളിവിടുന്നതിനകത്തോട്ടൊന്നും എനിക്ക് യോജിപ്പില്ല. അതൊക്കെ തികച്ചും ചെറ്റത്തരമാണ്, അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ രേണുവിൻ്റെ ഈ ചില പ്രവർത്തികൾ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ. ഇതൊക്കെ നല്ല കാര്യമാണ്. പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കുകയും രേണു അതേ കണക്ക് തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുകയും മറ്റവളെ എന്നൊക്കെ വെച്ചിട്ട് രേണുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇവർ ഇനാഗുറേഷനൊക്കെ വിളിക്കുമോ? ഇവരുടെ സ്റ്റാൻഡേർഡ് അല്ലേ കൊണ്ടുവന്ന് നഷ്ടപ്പെടുന്നത്. ഓൾറെഡി ഇവർ കാണിക്കുന്ന പല പ്രവൃത്തിയോടെയും നാട്ടിലുള്ള ഒരു മനുഷ്യർക്കും യോജിപ്പില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംസാരവും രീതി. ഞാൻ രേണു സുധിയുടെ ലേഡി ഗുണ്ട. രേണു സുധി ശമ്പളത്തിന് കൊടുത്തേക്കുന്ന ലേഡി ഗുണ്ട. എനിക്കെതിരെ വരുന്ന കൊഞ്ചു ആന്റണിയുടെയും പിന്നെ ഏതാ അല്ല അവളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം ഒരു താത്തയെ കൊടുത്തു അത് പിന്നെ ലൂണയുടെ ചാനലിന്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിന്റെ പേര് ഞാൻ മാറ്റി, 2 അക്ഷരം ഞാൻ അധികം കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ ഏകദേശം 10 മിനിറ്റ് ഉണ്ട്. ഇതിനകത്ത് തുടക്കം തൊട്ടേ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് അഗെയിൻസ്റ്റ് വീഡിയോ ചെയ്ത ആൾക്കാരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഈ രേണുവിൻ്റെ ഈ കൂട്ടുകാരിയായിട്ടുള്ള വ്യക്തി പറയുന്നുണ്ട്, ഇനി രേണുവിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ, നിൻ്റെയൊക്കെ ചരിത്രങ്ങൾ എടുത്ത് ഞാൻ വെളിയിലിടും. ഇതോടെ രേണുവിനെ പറ്റിയിട്ട് ആർക്കും ഒന്നും സംസാരിച്ചുകൂടെ? രേണുവിന് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് കുറേ കോപ്രായങ്ങൾ കാണിക്കുക, അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തുകൂടെ? അന്നേരം നിങ്ങൾ ചരിത്രങ്ങൾ തപ്പി പിടിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിടുക. അതാണോ അതിൻ്റെ ഒരു മര്യാദ? രേണുവിൻ്റെ പേഴ്സണലായിട്ട് ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, രേണുവിൻ്റെ പേഴ്സണൽ ജീവിതങ്ങൾ എടുത്ത് വെളിയിലിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടൊന്ന് കേസ് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. അതാണ് അതിൻ്റെ ഒരു മര്യാദ. ഈ പേഴ്സണൽ കാര്യങ്ങളൊന്നും എടുത്ത് വെച്ച് ഞാൻ ചർച്ച ചെയ്യാൻ നിന്നിട്ടൊന്നുമില്ല. പബ്ലിക്കിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ട് രേണുവിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, എന്റെ പേഴ്സണൽ കാര്യം ഞാൻ അവൾക്ക് ഷെയർ ചെയ്തപ്പോ അവൾ അത് പറയാതെ അതിനകത്ത് രേണുവിനെ കയറ്റിയിട്ട്, കാരണം എന്ത് കണ്ടന്റ് റീച്ച്, അതാ പറഞ്ഞ രേണു എന്ന് പറഞ്ഞാലേ റീച്ച് ഉള്ളൂ. നമ്മുടെ പേഴ്സണൽ കാര്യം പറഞ്ഞപ്പോഴും അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ രേണുവിനെ കുറിച്ചാണ് സംസാരിച്ചത് മൊത്തം. അപ്പോ രേണുവിന് അതിനെക്കുറിച്ച് എങ്ങനെ റീച്ച് ഉണ്ടാക്കുന്ന അതെ അല്ല മനുഷ്യ സ്വാഭാവികമല്ല. മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? രേണുസുതി മരിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എത്ര ആൾക്കാർ പട്ടിണി കിടന്ന് ചത്തുപോകുമെന്നറിയാമോ? പിന്നെ യൂട്യൂബിൽ രേണുസുതി വെച്ചിട്ടല്ലേ ആൾക്കാർ ജീവിക്കുന്നേ.
രേണുവിൻ്റെ വീഡിയോ ഒന്നും കാണാൻ ഇപ്പോൾ ഒരു പട്ടിയില്ല. അതാദ്യം മനസ്സിലാക്കുക. പണ്ടായിരുന്നു രേണുവിന് വ്യൂവർഷിപ്പൊക്കെ. രേണുവിനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കേണ്ട അവസ്ഥ ഇവിടെ ഒരു യൂട്യൂബേഴ്സിനും ഇല്ല. അതുകൊണ്ട് അങ്ങനെ വന്നിരുന്ന് പറയല്ലേ. രേണു ആരാണ്? അല്ല, എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. ഈ പറയുന്ന ഈ ഒരു വ്യക്തി രേണുവിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് 15 മണിക്കൂറായി. ഇതുവരെ 1000 പോലും തികഞ്ഞിട്ടില്ല ആ ഒരു വീഡിയോ. എന്നിട്ടാണ് വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നത്. എല്ലാവരും പട്ടിണി കിടന്ന് നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും മള്ളയ്യ? നമ്മൾ എന്ത് ചെയ്യും മള്ളയ്യ? അയ്യോ, വീഡിയോക്കാർ എന്ത് ചെയ്യും? എന്റെ മുഖം കാണാതെ ആർക്കും അല്ലേ ഒരു ഞാൻ കക്കൂസിലൊക്കെയാ ഒച്ച കേൾക്കുന്നത്. രേണുസുധി ഇന്റർവ്യൂ ആയിട്ട് ബാത്റൂമിൽ ഫോൺ ഇവിടെ നട രേണുസുധി ബാത്റൂമില് പെണ്ണുമ്പിള്ള തിരക്കുന്നതും ബാത്റൂമിൽ ഭയങ്കര സൗണ്ട്. പുള്ളിക്കാരൻ കയറിയത് രേണുസുധി ഇന്റർവ്യൂ കണ്ടോണ്ട്. രേണുസുധി അങ്ങ് തകർക്കുവാണ്. രേണുസുധിയുടെ ഇന്റർവ്യൂ ഒക്കെ ആൾക്കാർ ബാത്റൂമിൽ ചെന്നിരുന്നൊക്കെയാണ് കാണുന്നതെന്ന്. എന്തിനാണ് ആൾക്കാർ കാണുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. കാര്യം നിങ്ങൾ വിളിച്ച് പറയുന്ന മണ്ടത്തരങ്ങൾ കണ്ട് ചിരിക്കാനല്ല, അല്ലാതെ ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല. അത് മാത്രമല്ല, രേണു ഈ അടുത്ത് ഇന്റർവ്യൂ കൊടുത്തതിനകത്തൊന്നും ഒരു മനുഷ്യരും വന്നിരുന്ന് കാണുന്നില്ലല്ലോ. കാര്യം രേണുവിൻ്റെ ഈ ഒരു സ്വഭാവം പകുതി ആൾക്കാർക്ക് പിടികിട്ടി കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് സപ്പോർട്ടുണ്ട്. കാര്യം നിങ്ങൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തതിനകത്ത് എല്ലാവർക്കും സന്തോഷമുണ്ട്. കാര്യം പ്രത്യേകിച്ച് കാർ എടുത്ത് ഞാൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. കാര്യം കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങൾ സാധിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പിന്നെയും വന്നിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കരുത് എന്ന്. നിങ്ങൾ ഇപ്പം തന്നെ ഈ ഷഫീന ബീവിയുടെ കേസ് നിങ്ങൾക്ക് ഇതെടുത്ത് വെച്ചിട്ട് ആ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ? മറ്റേ മോളെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഇടാം. അപ്പം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ്? നിങ്ങളെ ദുബായിലും പേരൻറ്റിലും ഒക്കെ ആൾക്കാർ പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അവരെല്ലാവരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. നിങ്ങൾ തന്നെയല്ലേ അപ്പം നിങ്ങളുടെ ആ ഒരു വിലയൊക്കെ കൊണ്ടുവന്ന് കളയുന്നത്. ഇതിനെ പറ്റിയിട്ട് എന്താണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്? അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇപ്പോൾ എന്തായാലും എനിക്ക് കമൻറ്റ് വരും, ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്? ഇതൊക്കെ കണ്ട എങ്ങനെയാണ് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്? ഇവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ആ ഒരു ബിഷപ്പിനെയാണ് രേണുസുധി വന്നിരുന്ന് ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് കളിയാക്കിയത്. ഇങ്ങനെ വരെയാണ് കേരളത്തിലെ ആൾക്കാർ എന്റെ ഇന്റർവ്യൂസും എന്റെ റീൽസും ഒക്കെ കാണാറുള്ളത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അല്ല, വേറെ വ്ലോഗ്സ്. അയ്യോ എന്റെ പൊന്നെ, അത് എടുത്തു വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാന്ന് പറയുന്നവരാ. ഇത് കേട്ടിട്ടില്ലല്ലോ. അല്ല, വേറൊരു കാര്യം, ഈ ഷോർട്ട് ഫിലിമുകളിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ആക്ഷൻ ഒന്നും കിട്ടില്ല. ഈ കുട്ടി വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ റിയാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ വള്ളാക്കാണ് കയറുന്നത്. വ്യൂസ് ആകെ ഇത്രേ ഉള്ളു. ഞാൻ 3 ഇഞ്ച് ഉണ്ടോന്ന് ദൈവത്തെ അറിയാം. രേണുവിനെ റിയാക്ട് ചെയ്തിട്ട് ഇപ്പോഴും 1 lakh ഒക്കെ അടിക്കുന്ന ചാനലുണ്ടോ? എനിക്കൊന്ന് കാണണമല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. രേണുവിന് പഴയ റീച്ചൊക്കെ ഉണ്ടോ? നമുക്ക് നോക്കാം ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കാം. രേണുവിന് റീച്ചുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അത് പണ്ട് ഒരു വീഡിയോ എൻ്റെ 14 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അതായത് 1.4 മില്യൺ അടുപ്പിച്ച്. അന്നൊക്കെ നമ്മൾ സമ്മതിച്ചു തരും. രേണുവിന് ഒടുക്കത്തെ റീച്ചായിരുന്നു. കണ്ടിന്യൂസ്ലി എല്ലാവരും വീഡിയോ ഇടുമായിരുന്നു. പക്ഷേ ഇപ്പം പക്ഷേ രേണുവിന് ആർക്കും വേണ്ട. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് രേണുസുധിയുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റും, എപ്പോഴും ആ ഒരു റീച്ച് കിട്ടുമെന്ന് ഒരിക്കലുമില്ല. നിങ്ങളുടെ തോന്നലാ. ഇങ്ങനെ പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പം? അതിൽ ഏറ്റവും വലിയ വിറ്റതല്ല. എല്ലാരും ഇപ്പൊ രേണുസുധി എന്റെ ഫ്രണ്ടാണ്, ആണോ അല്ലേ? ആണല്ലോ. അപ്പൊ രേണുവിന്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അപ്പൊ അതല്ലാത്ത ഒരു വ്ലോഗ് വരുമ്പോഴാണ് ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നത്. അല്ലാതെ രേണുസുധി കണ്ടന്റ് ആക്കി എടുക്കാനാണെങ്കിൽ ഒരു റീല്, ഒരു ലൈവ് രേണുവിന്റെ വീട്ടിൽ ചെന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. അതിട്ടാലും എനിക്ക് റീച്ചാ. ഞാൻ റീച്ചിന് വേണ്ടി മാത്രമല്ല ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. അതിനകത്ത് രേണു തന്നെയാണ് കണ്ടന്റ്. പലരിടത്തും ഞാൻ പറഞ്ഞു. അപ്പൊ അതന്നെ ഈ പുള്ളിക്കാരത്തിയുടെ കണ്ടന്റ് രേണു മാത്രമേ ഉള്ളൂ. അതായത് വേറെ പുതിയ കണ്ടന്റ് ഒന്നുമില്ല. എന്നിട്ടാണ് പറയുന്നത് ഞാൻ രേണുവിനെ വെച്ചിട്ടല്ല ജീവിക്കുന്നതെന്ന്. കൊള്ളാം, നല്ല വർത്താനം. രേണുവിനെ ആരെങ്കിലും ഒക്കെ അപ്പം രേണുവിനെ ഒന്ന് ഉപദേശിക്കടേ. ഈ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ എന്തുവാ ഇവർ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെയും കോൺട്രവേഴ്സി ഉണ്ടാക്കുക. കാര്യം ഇവർക്ക് മനസ്സിലായി ഇനി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും തരികിടകൾ ഇറക്കി കഴിഞ്ഞാലേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് എക്സിസ്റ്റൻസ് ഉള്ളത്. അതുകൊണ്ടാണ് പുള്ളിക്കകത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കാണിക്കുന്നവരുണ്ടോ? എന്ത് ഇവർ ഇതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം ഇവർക്ക് ഫെയിമുണ്ട്, പിന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, പോരാത്തതിന് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. എന്നിട്ടും പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ദൈവത്തെ ഓർത്ത് ഇമാതിരി കോപ്രായങ്ങളുമായിട്ട് വരരുത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.